ക്രമീകരണങ്ങൾ കൃത്യമായി നടത്തിയെടുക്കുവാൻ സാധിക്കാതെ വന്നൊരു സാഹചര്യത്തിലാണ് ഡേറ്റ് 4-5 ദിവസത്തേക്ക് മുന്നോട്ട് വെക്കേണ്ടി വന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലത്തും ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഫെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കനകക്കുന്നിൽ നേരത്തെ ഗവൺമെൻറ് ആഘോഷങ്ങളില്ല എന്ന് അറിയിച്ചിരുന്നു. ഗവൺമെൻറ് ആഘോഷങ്ങൾ നടത്തിയിരുന്നില്ല. പക്ഷേ കനകക്കുന്നിൽ ഫെസ്റ്റ് നടത്തുകയുണ്ടായി, കാർണിവൽ നടത്തുകയുണ്ടായി, കൾച്ചറൽ പ്രോഗ്രാംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, കേരളത്തിലുടനീളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അവിടെ നിന്ന് എത്തിച്ചേരുവാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ താമസിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഫെസ്റ്റ് 4-5 ദിവസത്തേക്ക് നീട്ടിവെക്കേണ്ടി വന്നത്. സിനിമാ താരങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആരോടും ക്ഷണിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ വെളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാനും, കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നൊക്കെ ആരെയൊക്കെ കൊണ്ടുവരാനും, കേരളത്തിലെ അവരുടെ തന്നെ പ്രശ്നങ്ങൾ അവർക്ക് ചർച്ച ചെയ്തും ഇത് ചെയ്തൊന്നും തീരുന്നില്ല. ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് തന്നെ അനുചിത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്, ഈ ഗേറ്റ് നമ്പർ 1 കടന്നാൽ പിന്നെ ഒരു നക്ഷത്രവനം, ഇവിടെ തന്നെ 2010 തന്നെ ഡെവലപ്പ് ചെയ്തൊരു നക്ഷത്രവനമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഈ മെയിൻ വേദിയുടെ മുമ്പിലൂടെ വരുമ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്റ്റുഡിയോ തന്നെ, ഒരു വലിയ ക്രമീകരണങ്ങളാണ് അതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. കനകക്കുന്നിലുണ്ടായിരുന്നു, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു 20,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു പുഷ്പമേള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുവരുമ്പോൾ പിന്നെ ഒരു എഡ്യൂക്കേഷൻ ഫെസ്റ്റ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു ഫെസ്റ്റ്. അത് കഴിഞ്ഞിട്ടൊരു പെറ്റ് ഷോ പോലെ അവിടെ സൗകര്യമുണ്ട്, അത് ഗേറ്റ് നമ്പർ 1 ചേർന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രൗണ്ടിലാണ് ഈ കാർണിവലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതും കയറി വരുമ്പോൾ പിന്നീട് ജലസംഭരണിയുടെ ഒരു വലിയ കാഴ്ച, അവിടെ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, അത് 2010 തയ്യാറാക്കിയതാണ്. ആ ജലസംഭരണിയുടെ കാഴ്ച, അതിനകത്തൊരു വാട്ടർഫാൾസ് വരുന്നുണ്ട്. അതായിട്ടില്ല, അത് വരും. നേരത്തെ നമ്മൾ പർണശാല സമർപ്പണത്തിന് അതിന് ഒരു വാട്ടർഫാൾസ് ഉണ്ടായി. അതൊരു കൃത്രിമമായ വാട്ടർഫാൾസ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഇന്ത്യയുടെ പരമ്പരാഗതമായ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ആയുർവേദ, സിദ്ധ, ഹോമിയോ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരു വലിയ ക്രമീകരണമുണ്ട്, ഒരു പ്രസൻറ്റേഷനാണ്. അവിടുന്ന് വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട്, അതായത് ഈ തിരുവനന്തപുരത്തെ ആളുകൾക്ക് ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രധാനമായിട്ട് ഇവിടെ വന്നിരിക്കാൻ, ദിവസവും വന്നിരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. സാധാരണ ദിവസങ്ങളിൽ തന്നെ 10,000-ഓളം ആളുകൾ ദിവസേന സന്ദർശകരായിട്ടുണ്ട്. വീക്കെൻഡിലൊക്കെ അത് ഒരുപാട് കൂടുന്നുണ്ട് പബ്ലിക്ക്. അപ്പോൾ അവർക്കൊക്കെ സ്വസ്ഥമായി വന്നിരിക്കുവാൻ കഴിയുന്നൊരു ഹാപ്പിനെസ് ഗാർഡൻ, സന്തോഷത്തിൻ്റെ ഉദ്യാനം എന്ന് പറയുന്ന പേരിലൊരു കാര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ISRO, ഡിഫൻസ്, പിന്നെ മിലിറ്ററി, മറ്റുള്ള ഫോഴ്സുകൾ, അവരുടെയൊക്കെ ഒരു സ്റ്റാളുകൾ, അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മിസ്സിങ് ആയ കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന ഒരു കാര്യമായിട്ടാണ് അതിനൊക്കെ ക്രമീകരിക്കുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ആശ്രമമായതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഒന്നും പാടില്ല. അപ്പോൾ വെജിറ്റേറിയൻ്റെ വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങൾ അവിടെ അത് തന്നെ ഒരു വലിയൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സ്പിരിച്വൽ സോണിനുള്ളിലേക്ക്, അതായത് ഗേറ്റ് നമ്പർ 3 കടന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജലസംഭരണി കണ്ട, കരുണാശുദ്ധജലം എന്ന് പറഞ്ഞിട്ട് അത് ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്പിരിച്വൽ സോൺ കടന്ന് ഗുരുവിൻ്റെ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഗാർഡൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും കണ്ടു കഴിഞ്ഞിട്ട് ഈ സ്പിരിച്വൽ സോണിനുള്ളിൽ നിന്നാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഒരു 6-7 സ്ഥലങ്ങളിൽ ട്രാഫിക്കിൻ്റെ ക്രമീകരണങ്ങൾ, ഈ പാർക്കിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോത്തൻകോട് സ്റ്റുഡിയോയുടെ അപ്പുറത്ത് ഒരു വലിയ
ഗ്രൗണ്ടുണ്ട്, ഒരു ഡോക്ടർ സ്ഥലമാണ്, അദ്ദേഹം അത് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടക്കുന്ന ഒരു 100-500 കാറുകൾ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആശ്രമത്തിൻ്റെ തന്നെ ഹെൽത്ത് കെയർ കോംപ്ലക്സ് ഈ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട്, ഈ ഗേറ്റ് നമ്പർ 1 മുമ്പായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെ ഒരു 100-500 വണ്ടിക്ക് ഇത് ചെയ്യാൻ കഴിയും. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പൂലന്തര കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 സ്ഥലങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ ക്രമീകരണം ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 10-2000 വണ്ടികൾ ഇത് ചെയ്യും. അങ്ങനെ ഒരു 10-5000 വാഹനങ്ങൾ അതിനുള്ള പാർക്കിങ്ങൊക്കെ ഫ്രീ ആയിട്ടാണ് വരുന്നത്. 10-5000 വാഹനങ്ങൾ ഒരേ സമയത്ത് ഇത് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. എന്നാലും വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായിരിക്കും. അപ്പോൾ റോഡുകളിലും റോഡുകളിലും ഒക്കെ ആയിട്ട് അതിനുള്ള വിപുലമായ സെക്യൂരിറ്റി സംവിധാനം ആശ്രമത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്.